ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പലഹാരം ഉണ്ടാക്കിയാലോ. തേങ്ങാമുറി എന്നൊക്കെ പറയുന്ന പേരുള്ള ഒരു സ്നാക്കാണ്, വളരെ ടേസ്റ്റാണ്. ഇതിനായിട്ട് വേണ്ടത് കോഴിമുട്ടയാണ്. ഇത് ഞാൻ 3 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, വലിയ ജീരകം. ഇതാണ് നമ്മൾ ആദ്യം മിക്സിയിൽ പൊടിച്ച് ചതച്ചെടുക്കണം. ആദ്യം നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. അതിനുശേഷം അടുത്ത സംഭവങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ ഈ ചതച്ച മസാലകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന ഒരു സവാളയാണ്. ഈ 3 കോഴിമുട്ടയ്ക്ക് വേണ്ടത് ഒരു സവാളയാണ്. നിങ്ങൾക്ക് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ സവാള അരിയുന്നത് വളരെ ചെറുതായിട്ടാണ് അരിയുന്നത്. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ സാധിക്കും അത്രത്തോളം ചെറുതായി അരിയുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ സവാള അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കത്തി കൊണ്ട് ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്താൽ പെട്ടെന്ന് തൊലി കളയാൻ എളുപ്പമായിരിക്കും. നല്ല ചൂടുണ്ട്, ഇതിനെ തൊലി കളഞ്ഞിട്ട് വരാം കേട്ടോ. പിന്നെ ഈ കുക്കറിനകത്ത് ഞാൻ ചിക്കനും അതുപോലെ കിഴങ്ങ് ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒട്ടും അതിന് വേവാത്ത ഭാഗമൊന്നും ഉണ്ടാവില്ല, നന്നായി ഉടഞ്ഞ് കിട്ടണം. പിന്നെ കുക്കറിനകത്ത് 2 ഉരുളക്കിഴങ്ങും അതുപോലെ കുറച്ച് ചിക്കനും ഒന്നിച്ച് ഞാൻ വെള്ളം പറന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. കാരണം ചിക്കനും കിഴങ്ങും നമുക്ക് വേറെ വേറെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, രണ്ടും ഒന്നിച്ച് ഒപ്പം വെന്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ കിഴങ്ങ് നന്നായി ഉടച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ചിക്കനില്ലേ, കുക്കറിനകത്ത് ഒപ്പമിട്ട് വേവിച്ച ചിക്കന്, അതാണ് കേട്ടോ. ഇത് നന്നായിട്ട് എല്ലോ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ഇതുപോലെ പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ ആക്കി കൊടുത്താൽ മതി. ഇത്രയും ഐറ്റംസ് തന്നെ നമ്മൾ നേരത്തെ എന്തെങ്കിലും റെഡിയാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ പാൻ വെച്ച് ചൂടായി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് സവാള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ, ആ സെയിം മസാല തന്നെയായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. സവാള നന്നായി വഴറ്റി നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതും പ്രത്യേകിച്ച് സെപ്പറേറ്റ് കാണിച്ച് തരാതിരുന്നത്, ചിക്കനും കിഴങ്ങൊക്കെ. ഇനി അതും അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. കുക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് 2 ഉരുളക്കിഴങ്ങും കുറച്ച് ചിക്കനും ഉപ്പും ഇട്ടിട്ട് 2-3 വിസിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് അതിന് എയർ പോയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അതിന് വീഡിയോ കാണിച്ചിട്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് അത് കാണിക്കാതിരുന്നത്. അങ്ങനെ നമ്മുടെ സവാള ഇവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം സവാള നന്നായി വഴറ്റി. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വലിയ ജീരകം ചതച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കുഴക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ശരിക്കും അത് കിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം പാടില്ല, അത് നോട്ട് ദ പോയിൻറ്റ്. കാരണം മാവ് കുഴച്ച് നമ്മൾ ഷേപ്പാക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഒട്ടും തവില്ല കേട്ടോ. അതുകൊണ്ട് ഒട്ടും വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചുള്ള ചിക്കനിൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് എന്തെങ്കിലും മസാലകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇനി ഇല്ലെങ്കിൽ പകരം ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് പതുക്കെ കരിയാതെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും, ഒരു ഷേപ്പായി കിട്ടും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഷേപ്പ് എന്ന് ഉദ്ദേശിച്ചത് ആ മസാല എല്ലാം ഒന്നിച്ച് മിക്സ് ആയിട്ട് ഒരു ബോൾ ഷേപ്പിൽ വരുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിൻ്റെ ചൂട് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മളിത് നന്നായി പരത്തി കൊടുത്താൽ പെട്ടെന്ന് ചൂട് പോകും. അങ്ങനെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബ്രെഡ് ക്രംസ് കേട്ടോ. ബ്രെഡ് മിക്സിയിലിട്ട് വെറുതെ പൊടിച്ചേർത്തതാണ്, അതും അറിയായിരിക്കും. നമ്മൾ കട്ട്ലേറ്റിന് ഉപയോഗിക്കുന്ന സെയിം ബ്രെഡ് ക്രംസ്. പിന്നെ 3 കോഴിമുട്ടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് ആകെ ഒരു കോഴിമുട്ട മതി കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോഴിമുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ കോഴിമുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക, പൊരിക്കുക. അങ്ങനെ കോഴിമുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ക്രംസ് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ മസാലയും ചൂടൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ കയ്യിൽ ഒരു ബോൾ ഷേപ്പാക്കി എടുക്കാം. അത് എന്നിട്ട് നന്നായിട്ട് പരത്തിയിട്ട് അതിനകത്ത് നമ്മൾ പുഴുങ്ങി വെച്ചുള്ള കോഴിമുട്ടയിൽ ഫസ്റ്റ് ആ മുട്ട ഇതിനകത്ത് വെച്ചിട്ട് റെഡിയാക്കുകയും ചെയ്തത്. നന്നായി പരത്തി കൊടുക്കണം കേട്ടോ, കാരണം ഇത് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഏകദേശം കുറച്ച് കവർ ചെയ്ത ശേഷം പിന്നെ ബാക്കി കുറച്ച് മസാലയും കൂടി എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് ഒന്നിച്ച് ഷേപ്പാക്കി കൊടുക്കാം. അതുകൊണ്ടാണ് കുറച്ച് മസാലകൾ നമ്മൾ ഇത്രയും മസാല ആവശ്യമായിട്ട് വരുന്നത്, ഇങ്ങനെ കവർ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം ഒരു തേങ്ങയുടെ ഷേപ്പ്, തേങ്ങാമുറി എന്നൊക്കെ വരുമ്പോൾ അത്രയും ഉണ്ടാവില്ലേ, അങ്ങനെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി നമുക്കത് കോഴിമുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിനകത്ത് മുക്കിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ.
അങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ മുട്ട ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസും ഇത് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാതും സെയിം പ്രോസസ്സ് തന്നെ അതേപോലെ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങാമുറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ ഏത് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. പാം ഓയിലോ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം. ഞാൻ പാം ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നേരിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്, ചിലപ്പോൾ എണ്ണ തെറിക്കും. കാരണം അത്യാവശ്യം വെയിറ്റുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു സ്പൂണത്തോ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് വെന്ത് കിട്ടാനൊന്നുമില്ല. നമ്മൾ അകത്തുള്ള മുട്ട വെന്തിട്ടുണ്ട്, മസാലയൊക്കെ വെന്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കോട്ട് ചെയ്യുന്നത് മാത്രം വെന്ത് കിട്ടിയാൽ മതി. അതിനധികം സമയമൊന്നുമില്ല. തീ നന്നായി ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. എണ്ണ നന്നായി ചൂടായ ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നന്നായി പെട്ടെന്ന് ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകും. അതുകൊണ്ട് കരിഞ്ഞു പോയാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, ലുക്കും ഉണ്ടാവില്ല. അതുപോലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് ചെയ്യാനും, അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യണേ. ലൈക്കിന് നേരെ ഉണ്ടാവും ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ. നിങ്ങൾ കാണുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലിൽ എൻ്റെ ഈ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല, എൻ്റെ നാടും വീടും അങ്ങനെ മനോഹരമായ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന പാൻ അത്യാവശ്യം വലുതാണെങ്കിൽ 3 ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ടത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ 3 ഇത് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഭംഗിയേക്കാൾ ഉപരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇത് എന്തുകൊണ്ടാണ് തേങ്ങാമുറി എന്ന് പറയുന്നത് നമുക്ക് നോക്കണ്ടേ? അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്തിട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. അതുണ്ടോ, ഇതാണ് നമ്മൾ ഇതിന് തേങ്ങാമുറി എന്ന് പറയാനുള്ള സംഭവം കേട്ടോ. ഇതിനകത്ത് ഈ മുട്ട വെച്ചതുകൊണ്ടാണ് ഈ ഒരു ഭംഗി ഉണ്ടാവുന്നത്. അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്